അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് CBSE 7ാം ക്ലാസ്സിലെ അപ്നാ ദേശ് മഹാൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അപ്നാ എന്ന് വെച്ചാൽ എന്താ? അപ്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്നാണ് അർത്ഥം. അവർ, നമ്മുടെ. ദേശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? രാജ്യം എന്നുള്ളതാണ്. ദേശം എന്ന് വെച്ചാൽ രാജ്യം എന്നാണ് അർത്ഥം, കൺട്രി എന്നാണ് അർത്ഥം. മഹാൻ എന്ന് വെച്ചാൽ മഹാൻ തന്നെ, ഗ്രേറ്റ് എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ അപ്നാ ദേശ് മഹാൻ എന്ന് വെച്ചാൽ അവർ കൺട്രി ഈസ് ഗ്രേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ദേശം മഹാനാണ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലേ, വില്ലേജസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് അവർ നേഷൻ അല്ലേ. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെൽ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഏതിലൂടെയാണ്? ഗ്രാമങ്ങളിലൂടെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഗാവോं का विकास ही देश का विकास है, इस पर अपने विचार समझाइए बताइए അല്ലേ. ഗ്രാമങ്ങളുടെ വികസനമാണ് എന്താ രാജ്യത്തിൻ്റെ വികസനം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഗ്രാമങ്ങളിലൂടെയാണ് എന്താ ഉൽപ്പാദനമൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. നമ്മൾ കൃഷി ചെയ്തിട്ട്, ഗ്രാമങ്ങളിലെ ആൾക്കാർ കൃഷി ചെയ്തിട്ടാണ് നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഉൽപ്പാദനവും വിപണനവും ഒക്കെ എന്താ ഗ്രാമങ്ങളിലൂടെയാണ്. പ്രൊഡക്ഷനും ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാമങ്ങളാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയാൻ കാരണം. ഇവിടെ നോക്കിക്കേ, ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അല്ലേ. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വെള്ളത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പനെ സഹപാഠിയോക്ക് ബത്തായേക്ക് ഈ ദൃശ്യം ആപ്കോ കേസാ ലഗ അല്ലേ. നിങ്ങൾക്ക് ഈ ദൃശ്യം എങ്ങനെയാണ് കണ്ടപ്പോൾ എന്താണ് തോന്നിയതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. എങ്ങനെ തോന്നും? ബഹുത് സുന്ദർ ഹൈ അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. आपने कभी पहाड़ों से गिरता पानी देखा है അല്ലേ. അപ്പോൾ എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും എന്താ, പഹാഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർവ്വതമാണ്, പർവ്വതം എന്നുള്ള അർത്ഥം. പർവ്വതത്തിൽ നിന്ന് താഴോട്ട് വരുന്ന വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അപ്നാ ദേശ് മഹാൻ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. എഴുതിയിരിക്കുന്നത് ചന്ദ്രദത്ത് ഇന്ദു എന്ന് പറയുന്ന റൈറ്റർ എഴുതിയിരിക്കുന്ന കവിതയാണ് അപ്നാ ദേശ് മഹാൻ. അപ്പോൾ നമുക്ക് കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ലൈൻസ് ഒന്ന് നോക്കാം. ഫൂലോं से भी शूलों से भी बनते हैं गुलदस्ते, हम मत वाले हिम्मत वाले चलते हैं हंसते हंसते, അപ്നാ ദേശ് മഹാൻ. അപ്പോൾ എന്താണ് പറയുന്നത്? ഫൂലോं से भी, ഫൂൽ എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലവർ ആണല്ലേ. ഫൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ. ശൂലോം സേബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ശൂലം എന്ന് വെച്ചാൽ മുള്ളാണ്, ത്രോൺസ് ആണ് അല്ലേ. അപ്പോൾ ശൂലം എന്ന് വെച്ചാൽ മുള്ളാണ്, ഫൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ത്രോൺസ് ആണ് അല്ലേ. ഫ്ലവറും ത്രോൺസും സേ ബൻതേ ഹെ, ബൻതേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഉണ്ടാക്കുന്നു. ബൻതേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നു. ഗുൽദസ്തെ എന്താണ് ഉണ്ടാകുന്നത്? ബൊക്കെ അല്ലേ, പൂച്ചെണ്ട് ഉണ്ടാകുന്നത് അല്ലേ. പൂച്ചെണ്ടിനെയാണ് എന്ത് പറയുന്നത്? ഗുൽദസ്തെ എന്ന് പറയുന്നത്. ബൊക്കെ എന്നും പറയാം. അപ്പോൾ ഫൂലോം സേബി ശൂലോം സേബി ബൻ തേഹെ ഗുൽദസ്തെ എന്ന് വെച്ചാൽ ഫൂലോം സേബി പൂക്കൾ കൊണ്ടും, ശൂലോം സേബി അല്ലേ മുള്ളുകൾ കൊണ്ടും, ബൻ തേഹെ ഗുൽദസ്തെ പൂച്ചെണ്ട് ഉണ്ടാകുന്നു. രണ്ടാമത്തെ ലൈൻ നോക്കാം. ഹം മത്ത് വാലെ ഹിമ്മത്ത് വാലെ ചൽത്തേ ഹെ ഹസ്തേ ഹസ്തേ. ഹം എന്ന് വെച്ചാൽ ഞങ്ങൾ, മത്ത് വാലെ എന്ന് വെച്ചാൽ ആശയമുള്ളവർ അല്ലേ. ആശയത്തിനാണ് എന്ത് പറയാം? ആശയത്തിനാണ് മത്ത് വാലെ എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾസ്. ഹിമ്മത്ത് വാലെ എന്ന് വെച്ചാൽ ധൈര്യമുള്ളവർ, ധൈര്യമുള്ളവർക്കാണ് ബ്രേവ് ആയിട്ടുള്ളവരാണ് ഹിമ്മത്ത് വാലെ എന്ന് വെച്ചാൽ അർത്ഥം.
ചലത്തെ ഹേ ഹസ്തേ ഹസ്തേ, ഹസ്തേ ഹസ്തേ എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട്, ചിരിച്ചുകൊണ്ട്. അപ്പോൾ പറയാണ് ഹം മത് വാലെ ഹിമ്മത്ത് വാലെ ചലത്തെ ഹസ്തേ ഹസ്തേ. ഹം മത്ത് വാലെ എന്ന് വെച്ചാൽ ആശയങ്ങളോട് കൂടി, ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങളോട് കൂടി. ഹിമ്മത്ത് വാലെ, ഹിമ്മത്ത് എന്ന് വെച്ചാൽ ധൈര്യമാണ്. ഹിമ്മത്ത് വാലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യശാലികളായ ഞങ്ങൾ. ചലത്തെ പോകുന്നു, ഹസ്തേ ഹസ്തേ പുഞ്ചിരിച്ചുകൊണ്ട്, അല്ലെ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നു. ഇനി മൂന്നാമത്തെ വരി എന്നാ, അപ്നാ ദേശ് മഹാൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദേശം എന്ന് വെച്ചാൽ കൺട്രി, രാജ്യം മഹാനാണ്, ഗ്രേറ്റ് ആണ്. അപ്പോൾ എന്താ പറയുന്നത്, ഫൂലോം സേബി ശൂലോം സേബി ബൻതേ ഹേ ഗുൽദസ്തേ. പൂക്കൾ കൊണ്ടും മുള്ളുകൾ കൊണ്ടും ഉണ്ടാക്കപ്പെട്ടതാണ് എന്ത്, പൂച്ചെണ്ടുകൾ. ഹം മത് വാലെ ഹിമ്മത്ത് വാലെ ചലത്തെ ഹസ്തേ ഹസ്തേ. നമ്മൾ എന്താണ്, ആശയമുള്ളവരും ഹിമ്മത്ത് വാലെ ധൈര്യമുള്ളവരും മുന്നോട്ട് തന്നെ ചിരിച്ചു കൊണ്ട് പോകുന്നു. അപ്നാ ദേശ് മഹാൻ, നമ്മളുടെ രാജ്യം മഹാനാണ്, അവർ കൺട്രീസ് ഗ്രേറ്റ്. ഇനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ഹിമുക്കി ബേട്ടി നദിയാം ധോത്തി, അപ്നി മാ കാ ആഞ്ചൽ, പ്യാസ് ബുജാത്തെ സാഗർ അപ്നെ ശ്യാം സലോനെ ബാദൽ, ബാസന്തി മലയജ് കെ ചോങ്കെ ഘാട്ടി കെ തൂഫാൻ, അപ്നാ ദേശ് മഹാൻ. അപ്പോൾ എന്താ പറയുന്നത്, ഹിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് അല്ലെങ്കിൽ സ്നോ എന്നുള്ള അർത്ഥമാണ്. മഞ്ഞ്, മഞ്ഞ് എന്ത് ചെയ്തു, മഞ്ഞിൻ്റെ അല്ലേ. ഹിമുക്കി ബേട്ടി എന്ന് വെച്ചാൽ, ബേട്ടി എന്ന് വെച്ചാൽ മകൾ എന്നുള്ള അർത്ഥമാണ്. നദിയാം, ഈ മഞ്ഞിൻ്റെ മകളാണ് ആര്, നദിയാം റിവേഴ്സ് അല്ലേ, നദികൾ. ധോത്തി എന്ത് ചെയ്യുന്നു, അലക്കുന്നു അല്ലേ. മഞ്ഞിൻ്റെ മകളായിട്ടുള്ള നദികൾ എന്ത് ചെയ്യുന്നു, ധോത്തി അലക്കുന്നു. അപ്നി മാ കാ ആഞ്ചൽ, എന്താണ് അലക്കുന്നത്, തൻ്റെ അമ്മയുടെ, അപ്നി എന്ന് വെച്ചാൽ സ്വന്തം, മാക്ക അല്ലേ അമ്മയുടെ, ആഞ്ചൽ, ആഞ്ചൽ എന്ന് വെച്ചാൽ ഷോള് അല്ലേ, എന്താണ് ദുപ്പട്ട, ദുപ്പട്ട അല്ലെങ്കിൽ ഷോളെന്ന് നമ്മൾ പറയുമല്ലോ, അത് അലക്കുന്നത് ആരാണ്, തൻ്റെ അമ്മയായ, അമ്മയുടെ ഷോള് അലക്കുന്നതാണ് ആരുടെ ധർമ്മം, ഹിമുക്കി ബേട്ടി നദിയാം അല്ലേ. മഞ്ഞിൻ്റെ മക്കളായിട്ടുള്ള പുഴകൾ അലക്കുന്നത് പോലെ നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ എന്താ, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ശുദ്ധമാക്കുന്നത് പോലെ തോന്നുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മുടെ രാജ്യത്ത് തന്നെ ഹിമാലയമുണ്ട് അല്ലേ, ഏറ്റവും ഉയർന്ന പർവ്വതം. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ എന്ത് ചെയ്യുന്നു, തൻ്റെ അമ്മയുടെ മടിത്തട്ടിൽ ആ ദുപ്പട്ട ഷോള് അലക്കുന്നതായിട്ട് തോന്നുന്നു. നെക്സ്റ്റ് ലൈൻ, പ്യാസ് ബുജാത്തെ സാഗർ ജന്മേ ശ്യാമ സലോനെ ബാദൽ. അടുത്ത ലൈനിൽ എന്താണ് പറയുന്നത്, പ്യാസ് എന്ന് വെച്ചാൽ എന്താണ്, ദാഹം അല്ലേ. ദാഹത്തിനാണ് പ്യാസ് എന്ന് പറയുന്നത്. ബുജാത്തെ അല്ലേ, ദാഹം തീർക്കാൻ വേണ്ടിയിട്ട്. സാഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, സാഗരം അല്ലേ, കടൽ എന്ത് ചെയ്യുന്നു, പ്യാസ് ബുജാത്തെ അല്ലേ, നമ്മളുടെ ദാഹം ശമിപ്പിക്കുന്ന. ജന്മേ ശ്യാമ സലോനെ ബാദൽ അല്ലേ, കടലിൽ നിന്നുണ്ടാകുന്ന ശ്യാമ സലോനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, കറുത്ത നിറത്തിലുള്ള. ബാദൽ എന്ന് വെച്ചാൽ എന്താണ്, മേഘം ക്ലൗഡ്സ് അല്ലേ. സാഗർ അല്ലേ, കടലിൽ നിന്നും ഉണ്ടാകുന്ന മേഘങ്ങൾ എന്ത് ചെയ്യുന്നു, അത് മഴയായിട്ട് ആരുടെ, നമ്മളുടെ പ്യാസ് ബുജാത്തെ അല്ലേ, നമ്മളുടെ ദാഹം തീർക്കുന്നു. നദി, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, കടലിൽ നിന്നും നദിയിൽ നിന്നൊക്കെ വെള്ളം നീരാവിയായിട്ട് എന്താവുന്നു, മേഘമായിട്ട് മാറുന്നു, അതാണ് മഴയായിട്ട് പെയ്തിട്ട് നമ്മളുടെ ദാഹം ശമിപ്പിക്കുന്നത്.
അപ്പോൾ പ്യാസ് ബുജാത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ദാഹം തീർക്കുന്നു. ആര്? സാഗർ ജന്മേ ശ്യാമ സലോനെ ബാദൽ അല്ലേ? കടലിൽ ജന്മം കൊടുത്ത, സാഗർ ജന്മേ എന്ന് വെച്ചാൽ കടലിൽ നിന്നും ജന്മം കൊണ്ടിട്ടുള്ള, സാഗരത്തിൽ നിന്നും ജന്മം കൊണ്ടിട്ടുള്ള ശ്യാമ സലോനെ അല്ലേ? നമ്മളുടെ കറുത്ത കാർമേഘം ബാദൽ അല്ലേ? മേഘം എന്ത് ചെയ്യുന്നു? നമ്മളുടെ വെള്ളം ദാഹം ശമിപ്പിക്കുന്നു. പിന്നെ അടുത്ത ലൈനിൽ പറയാണ്, വാസന്തി മലയജ് കെ ഝോങ്കെ ഘാട്ടി കെ തൂഫാൻ അപ്ന ദേശ് മഹാൻ. വാസന്തി മലയജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസന്തകാലത്തിനെയാണ് പറയുന്നത് കേട്ടോ. വസന്തകാലം, വസന്തകാലത്തിലെ മലയജ് എന്ന് വെച്ചാൽ ചന്ദനം, ചന്ദനത്തിൻ്റെ മണമുള്ള ഝോങ്കെ ഘാട്ടിക്ക്, ഝോങ്കെ താഴ്വരയിലെ തൂഫാൻ എന്ന് വെച്ചാൽ എന്താണ്? കൊടുങ്കാറ്റ്, സ്റ്റോം, കൊടുങ്കാറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ? വാസന്തി മലയജ് കെ ഝോങ്കെ ഘാട്ടിക്ക് തൂഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വസന്തകാലത്തിലെ എന്താണ്? ചന്ദന നിറമുള്ള എന്താ? ഝോങ്കെ ഘാട്ടിക്ക് അല്ലേ? ഝോങ്കെ ഘാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഝോങ്കെ താഴ്വരയിലെ കാറ്റ് അല്ലേ? കൊടുങ്കാറ്റിനെയാണ്, സ്റ്റോമിനെയാണ് എന്ത് പറയുന്നത് അല്ലേ? സ്റ്റോമിനെയാണ് തൂഫാൻ എന്ന് പറയുന്നത്. വാസന്തി മലയജ് കെ, വസന്തകാലത്തിലെ ചന്ദന മണമുള്ള ഝോങ്കെ ഘാട്ടിക്ക്, ഝോങ്കെ താഴ്വരയിലെ തൂഫാൻ, കൊടുങ്കാറ്റ്, അപ്നാ ദേശ് മഹാൻ. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മളുടെ ദേശം, രാജ്യം എന്താണ്? മഹാനാണ് എന്ന് പറയുന്നു. പിന്നെ പറയുന്നു, ചന്ദൻ ജേസ ഭായിചാര ഫൂലോം ജേസ മൻ മെഹനത്ത് സെ തവുക്കർ ബൻതാ ഹെ കഞ്ചൻ അപ്നാ തൻ അപ്നാ ദേശ് മഹാൻ. ഇപ്പം എന്താണ് പറയുന്നത്? ചന്ദൻ എന്ന് വെച്ചാൽ ചന്ദനം തന്നെ, ജേസ ബായ് ചന്ദനം പോലെയുള്ള, ഭായിചാര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാഹോദര്യം, സാഹോദര്യത്തിനാണ് എന്ത് പറയുന്നത്? ഭായിചാര എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ എല്ലാ ഇന്ത്യക്കാരും എന്താ? സഹോദരന്മാരാണെന്ന് പറയുന്നത് പോലെ തന്നെ എന്താ? നമ്മൾ ചന്ദൻ ജേസ ഭായിചാര, നമ്മളുടെ ചന്ദനം പോലെയുള്ള നല്ല എന്താണ്? സാഹോദര്യമുള്ള ആളുകളാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത് അല്ലേ? ഫൂലോം ജേസ മൻ, ഫൂലോം എന്ന് വെച്ചാൽ പൂക്കൾ, ജേസ പോലെയുള്ള, മന എന്ന് വെച്ചാൽ മനസ്സ് അല്ലേ? മനസ്സ്, മൈൻഡ്. അപ്പോൾ ആ ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ചന്ദനം പോലത്തെ സാഹോദര്യമുള്ള മനസ്സാണെന്നാണ് പറയുന്നത്. അപ്നാ ദേശ് മഹാൻ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശം എന്താണ്? വളരെ മഹാനായിട്ടുള്ള, ഗ്രേറ്റ് ആയിട്ടുള്ള കൺട്രിയാണ് നമ്മളുടെ ഇതെന്നാണ് പറയുന്നത്.